ഇല്ലണ്ണ ബോസണ്ണ നാളെ വരും. ബോസണ്ണനാ? I am owner. Anna, I am new business started. Some vehicle second hand giving and like doing. ഞാൻ ഒരു കാര്യം പറയാം മുച്ചിരി, എന്നെ സ്കാം ചെയ്താൽ ഞാൻ നിന്നെ പണ്ണും. ഒരു സെക്കൻഡ് എടാ മുച്ചിരി സൈബറിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞു കൊടുത്തേടാ. SYBER cyber SELL cell cyber cell. ശശികുമാറിന്റെ വീടിന്ന് പാല് കാച്ചപ്പോ എന്റെ എല്ലാവിധ ആശംസകളും. വെട്ടുകാട് ഷിബുവിന്റെ പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ വെട്ടുകാട് ഷിബു. കനാൽ ബോയ്സ് ഒക്കെ ചെയ്യണ പോലെ ചെണ്ടയൊക്കെ കൊട്ടി വരണ കളിയാ, നൈസായിരിക്കും. നിങ്ങളെ ഇന്ന് ഞാൻ പറഞ്ഞ RP കാരണം നമുക്ക് എല്ലാവർക്കും കൂടി എല്ലാ ടിവിയിൽ എല്ലാരും വിളിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. കാരണം സിറ്റിയൊന്നുമില്ല ശരിക്കും പറയുവാണെങ്കിൽ. ഞാനേ ഒന്ന് ജസ്റ്റ് ഒന്ന് കേറിട്ട് വരാടാ, എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചേക്കാം. നിനക്ക് ഓൾറെഡി ബാൻ ആണല്ലോ ചന്ദ്ര, അപ്പൊ ഊമ്പി തെറ്റിയേ നീ അവിടെ വെളിയിൽ ഇരുന്ന് എന്റെ കണ്ടോണ്ടിരിക്കും. ഞാൻ ആർക്കൊക്കെ കളിക്കുന്നത് ഒരു 10-15 ദിവസം നീ കണ്ടോണ്ടിരിക്കും. നിന്റെ കുണത്തിനാണ് നിനക്ക് കിട്ടിയതെന്നുള്ള കാര്യം നീ മനസ്സിലാക്കണം. അളിയാ നീ ഒന്ന് ആലോചിച്ച് നോക്കിയടാ, ഞാൻ എന്ത് ഷോർട്ട് ടെമ്പേർഡ് ആൻഡ് ട്രിഗേർഡായിരുന്നു. ഞാൻ എക്സ്ലാൻഡിസിൽ ഒരു ബാനാ മേടിച്ചു, ഒരു ബാൻ. ഞാൻ എത്രക്ക് കൂളായിട്ടാണ് കളിക്കണേ ഇപ്പൊ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിന്നെ പോലെ നീ 4 സെർവർ പൂട്ടിച്ച്, നീ 4 സെർവർ നീ പൂട്ടിച്ച് കുണ്ണേ. ഞാൻ ഒറ്റയ്ക്കാണല്ലോ എല്ലാം ചെയ്തത്, ഞാൻ ഒറ്റയ്ക്കാണല്ലോ ചെയ്തതെല്ലാം. ഒറ്റയ്ക്കാണല്ലോ ചേട്ടാ ഇത്ര നാൾ കളിച്ചോണ്ടിരുന്നത് ടിവിയില്. അടിക്കാൻ പറ്റൂടാ? ആ കീച്ചൺ ലെവലൊക്കെ പറ്റും ചേട്ടാ. ഇവന്റെ വർക്ക് കഴിഞ്ഞോ? നീ പെയിന്റ് അടിക്കാനുണ്ടോ? ദേവാനന്ദ് എല്ലാരും അന്വേഷിച്ച് പറയാൻ പറഞ്ഞു. അവന്റെ ആ കളർ മതിയെന്നാണ് അവൻ പറയണത്. ഒരു റോസ് കൊടുക്കാം. വേണ്ട, ഒരു ചീഞ്ഞ കറുപ്പം കടിച്ചു. இப்ப நீ ஸ்ட்ரீம்ல காணிச்சல, அப்ப எப்படி தெரியுமா இருந்துச்சு? முழுசா மாறின சந்திரமுகிய பாரு, அந்த மாதிரி அந்த ஜோதிகா வந்துட்டு காணிப்பாங்கல்ல, லைக் அப்ப இது ஒட்டியானோ இது அது. അപ്പൊ നീ ബിസിനസ് പ്രപ്പോസൽ റിജക്ട് ചെയ്യണല്ലേ? അതെ ഞാൻ റിജക്ട് ചെയ്യണം. താല്പര്യമില്ല. ചെറുക്കൻ നമ്മളെ ചെറുക്കന്റെ ബർത്ത്ഡേ ഭയങ്കര ക്ലീശ ആയിട്ടുണ്ട് ഈകളെ. എന്താടാ ഇവര് മെമ്പറിന്റെ അടുത്ത് ഇങ്ങനെയാണ് വിഷയാണ്. എന്നാ ഹാപ്പി ബർത്ത്ഡേ പൊണ്ടച്ചു അങ്ങനെ പറയാം എല്ലാരോടും. ചന്ദ്ര ഇത് കട്ടി എടുക്കും. ഹാപ്പി ബർത്ത്ഡേ മൊത്തം കട്ടി എടുത്തിട്ട് പേര് ആഡ് ചെയ്യും. മോനെ എന്നുള്ളത് മാത്രം ചന്ദ്ര ഒരു 10 മെമ്പർഷിപ്പ് എടുത്തേടാ എന്റെ ഇതിനകത്ത് വന്ന് കളിയാ. ഞാൻ കിക്കാരെ വിളിച്ച് പറയടാ, നിന്റെ പാർട്ണർ പ്രോഗ്രാം വണ്ടിയെല്ലാം എടുത്ത് കളയാൻ പറയും. ഞാൻ പറയാം, അവര് എന്തായാലും കേൾക്കും. നമുക്ക് വഴിയിട്ടാക്കാം. ഞാൻ സിറ്റി കയറിയേ, ബാനുള്ളവന്മാരൊക്കെ വെളിയിലിരുന്ന് കാണാം. ഞാൻ കളിക്കുന്ന കാണിച്ചു തരാം. വേണ്ട ഒരാവശ്യമൊന്നുമില്ല. എന്നാ മുമ്പ് നിന്നെ ഇന്ന് വന്ന് എന്റെ കൊമ്പാച്ച വന്ന് നിന്നെ കളിക്കുന്നു. എന്തൊക്കെ ആൾക്കാർ സത്യം പെർമനന്റ് എടുത്തിട്ടുണ്ടോ അതൊക്കെ? ഞാൻ ഇപ്പൊ ഇറങ്ങുവാണ്, ഞാൻ സിറ്റി കാണുവേ. ഓക്കെ താങ്ക് യു. എല്ലാരും ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കട്ടോ. പറയുന്നുണ്ടല്ലേ? ഹലോ, എന്തോ കാര്യായിട്ട് ഒന്നും കേട്ടോടല്ലോ. പരിപാടി എടാ ഞാനൊരു കാര്യം പറയട്ടെ, ഇനിയാണ് കുറച്ച് ദിവസം നമ്മള് സമാധാനത്തോടെ ഈ സിറ്റിയിൽ നടക്കാൻ. ഇല്ലണ്ണ ബോസണ്ണ നാളെ വരും. നാളെ ബോസണ്ണനാ? ഇവൻ ബോസണ്ണ വിളിക്കുന്നത്. അയ്യേ ചന്ദ്രാന്ന് വിളിച്ചാ മതിയടാ. ഇല്ലണ്ണ പണ്ട് തൊട്ടേ ബോസണ്ണ വിളിക്കുന്നേ. പണ്ട് തൊട്ടേ ബോസണ്ണ വിളിക്കണേ.
പണ്ടൊട്ട് എങ്ങനെ കളിക്കുന്നേ എടാ ലക്സ് ഇവ സംസാരിക്കുമ്പോഴല്ലോ അടിച്ച് കൊല്ല അണ്ണാ ഇവന്റെ കൂടെ സംസാരിച്ച് ഞാനും അങ്ങനെ ആവുന്നുണ്ട് ഇത് ഇതിലെ എനിക്ക് അറിഞ്ഞൂടാ. അണ്ണാ ഞാനിങ്ങനെ ആയിപ്പോയി അണ്ണാ, എന്ത് ചെയ്യാൻ പറ്റും അണ്ണാ. അപ്പൊ ഉണ്ടോ ഇവിടെ? ആ ഉണ്ടല്ലോ, ഉണ്ട് 3v7 റോഡിലോട്ടൊന്ന് മുക്കിലോട്ട് വന്നേ. 3v7 ജംഗ്ഷൻ. 3v7 ജംഗ്ഷനിലോട്ട് തീരെ അപ്ഡേറ്റഡ് ഒന്നല്ലോ പയ്യൻ. അണ്ണാ. എന്റെ ബർത്ത്ഡേ ആയിട്ട് എനിക്ക് എന്തോ വാങ്ങിച്ചു തരും അണ്ണാ. എടാ എന്റെ ഐഡി എത്ര? എന്റെ ഐഡി ഒന്ന് ഗസ് ചെയ്തേ. 916. അണ്ണാ ഇപ്പൊ വെയിറ്റ്, ഞാൻ പറഞ്ഞുതരാം. ഞാൻ നോക്കിയിട്ടില്ല, സത്യമായിട്ട് ഞാൻ നോക്കിട്ടില്ല. ഞാൻ ലൈവ് ആണോ ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ നോക്കിയിട്ടില്ല അണ്ണാ. എന്റെ 816 ആണ്. അല്ല ഞാൻ നോക്കിയിട്ടില്ല. 916. അയ്യോ ഇല്ല, നിന്റെ ഞാൻ 2 മണിക്കൂറോടെ കഴിയട്ടെ. തന്തയ്ക്ക് വിളിക്കുള്ളൂ. ഒരു ഇത് കഴിയട്ടെ, ബർത്ത്ഡേ ദിവസം വേണ്ട, 2 മണിക്കൂറോടെ കഴിയട്ടെ. ഞാനത് പറഞ്ഞല്ലോ കേട്ടോ. വല്യമാനൊന്നും വന്നാലേ ഇങ്ങോട്ട്. എടാ എടാ മുച്ചിരി, എടാ മുച്ചിരി കേക്കാവോ? ഹലോ ഡെസ്ട്രോ എവിടെ ഉണ്ട്? ഡെസ്ട്രോ ജിഡിഎമ്മിലാണോ? എക്സിലോ കെവിയുടെ ഗ്യാങ്സിന്റെ അവിടെ. എടാ ഞാൻ ഒന്ന് റേഡിയോ വന്നിട്ട് ഒന്ന് ചോദിക്കുമെങ്കിലും ചെയ്തോടാ. ഇന്ന് ഒരു ദിവസം ടിവിയിലെ പിള്ളേരുടെ കൂടെ മൊത്തം പേരുടെ കൂടെ ഒരുമിച്ച് ഒന്നിക്കാൻ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് പെണ്ണുങ്ങളായാലും അവൈലബിൾ ആണോ നോക്കട്ടെ. ഒരു സെക്കൻഡ്. ഫോൺ ഓഫാ. മറ്റേ ഇത് ചാർജ് ചെയ്യാൻ വെച്ചേക്കുവാ. എന്റെ ഫോൺ ഓഫാ. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്നലെ ടർഫ് നടന്നില്ലല്ലേ? ഗ്യാങ് ഫണ്ട് തരുന്ന ദിവസം നീ ഇല്ലായിരുന്നു. അപ്പൊ ഗ്യാങ് ഫണ്ട് ഒന്ന് തരണം. അയ്യോ ഇവിടെ പോണ കയ്യിലില്ല, ബാങ്കിലാ. ബാങ്കിലോട്ട് പോകാം. ഒത്തിരി ഉണ്ടെന്ന് അറിഞ്ഞല്ലോടാ നിന്റെ. ഹലോ I am owner of Anna. I am business started. What business? Like some vehicle second hand giving and like doing. And I am owner of business. Congratulations. You are awarded ALT building. എന്നിട്ട് ഒരു വണ്ടി വിറ്റോ ഇതുവരെ? No, വണ്ടി ഇല്ല ബുക്കാൻ. വണ്ടിയില്ല വെക്കാൻ. ഇതെന്താ സംഭവം അറിയാമോ? ആൾക്കാരുടെ ഇത് വണ്ടി കക്കും. വേറൊരുത്തരെ പറ്റിച്ചത് വിൽക്കും. ഇല്ല അണ്ണൻ give some starter bonus. അണ്ണനെ ചന്ദ്രന് കൊടുക്കാൻ ഒരു ഡെൽഡോ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് തരാം. വേറൊന്നുമില്ല. വണ്ടിയെ അങ്ങനെ പറയല്ല അണ്ണാ. നമുക്ക് ബിസിനസ് നമുക്ക് അങ്ങനെയല്ലേ ഉള്ള അണ്ണാ എന്തെങ്കിലും തരാന്. നിനക്കിപ്പോ ഞാൻ ഒരു വണ്ടി തരണം വിൽക്കാനായിട്ട്. ടാക്സി ഇല്ല. ടാക്സി ഒന്നും വിൽക്കും, ആരും വേങ്ങൂല. 300 കോടിയുടെ എന്തോ ടാക്സി ആണോ? അത് മതി. എന്റെ ഒരു കിടുക്കാച്ചി സാധനമുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം മുച്ചിരി, എന്നെ സ്കാം ചെയ്താൽ ഞാൻ നിന്നെ പണ്ണും. ഇല്ല അണ്ണ അത് എന്റെ പേരിലങ്ങ് തന്നാ മതി. ഉറപ്പാണോ? ഞാനത് അണ്ണന് കുറച്ച് തരാം പൈസ. നിന്റെ അച്ഛന് കൊടുക്കാനാ നീ ബാക്കി? എടാ ആ വണ്ടിയുടെ വില എനിക്ക് കിട്ടണം, പ്രോഫിറ്റ് നീ എടുത്തോ. കുറച്ച് അണ്ണനൊക്കെ സ്റ്റാർട്ടപ്പ് വെച്ച് ഫ്രീ ആയിട്ട് തരണ്ട എന്തെങ്കിലും. ഓ അങ്ങനെ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം. ഈ വണ്ടി കച്ചവടത്തിൽ നീ രക്ഷപ്പെടുവാണെങ്കിൽ രക്ഷപ്പെടട്ടെ. നീ ഈ വണ്ടി എടുത്തോ.
ആ അത്രേ ഉള്ളു അണ്ണ, അത്രേ ഉള്ളു ഉമ്മ ഉമ്മ, അത്രേ ഉള്ളു. അണ്ണാ എനിക്കൊരു വണ്ടി ഒരു ആ, ഓരോന്ന് വരുമ്പോ ഏതാടാ നീ എന്തെങ്കിലും തുടങ്ങാനാ വെയിറ്റ് ഞാനിപ്പം ദേ ഇതാണ് വണ്ടി മുച്ചിറി. ആ അത്രേ ഉള്ളു. ഇത് അണ്ണാ ഇത് 100 കോടിക്ക് സ്കാം ചെയ്ത വണ്ടിയില്ലേ ഇത് 100-130 കോടിക്ക് എടുത്ത വണ്ടിയാണ്. നീ ഒന്ന് ജസ്റ്റ് ഒന്ന് കേറിയ മുച്ചിറി, ജസ്റ്റ് ഒന്ന് കേറിയ, നീ ഒന്ന് കേറിയ. മോനെ അണ്ണ താങ്ക് യു സോ മച്ച്. അണ്ണൻ രണ്ടിന് ഇത്ര പിരിച്ചുണ്ടായി, എന്താ നിന്നോട് ഇത്ര പിരിച്ചുണ്ടായി. എടാ ദാ വരുന്നു വലിയ എടാ എക്സലല്ല മറ്റേ ഡബ്ല്യൂടെ അവിടുത്തെ ഗരാജ് ഇതില് ഗരാജ് അവിടെ ചന്ദ്രന്റെ കടയുടെ അവിടെ ദാ വരുന്നു. അണ്ണൻ എന്നോട് ഇത്ര പിരിച്ചുണ്ടായി. സ്നേഹം പെരിസ് എന്ന് പറഞ്ഞ എന്താ? സ്നേഹം സ്നേഹം ഉണ്ടായി. അതിന് നിന്റെ നാട്ടിൽ എന്തോ പറയുന്നേ? പിരിസോ എന്ത് പിരിസം പിരിസം പിരിസോ? നിന്റെ ശബ്ദം എന്താ കുറഞ്ഞിരിക്കുന്നത്? ശബ്ദം കൂട്ടി വെച്ച വിസ്പറാണോ നീ? സൗണ്ട് കുറവാ എന്റെ. ആ കുറവാ. കേൾക്കുന്നുണ്ടോ? ഇല്ല എന്റെ സൗണ്ട് കുറവാ. നിങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ പറയൂ പിരിസം എന്ന് പറയൂ. ഇത് ഏത് നാട്ടിലെ ഭാഷയാ? മൈക്ക് ചെക്ക്. ഹലോ ഹലോ. ഇല്ലടാ സൗണ്ട് കുറവാ നിന്റെ. എടാ മുച്ചിരി ഇത് ഏത് നാട്ടിലെ ഭാഷയാടാ ഇത്? ഹലോ മൈക്ക് തെറ്റിയാൻ പോയട്ടാ. ഇതാരാ? ഹായ് വി ആർ ഫ്രം സൈബർ സെൽ. അണ്ണ ഇപ്പളാ സൈബറിന്റെ ഹലോ സ്പെല്ലിംഗ് SY. കേൾക്കുന്നുണ്ടോ അണ്ണ? ഹലോ ആ പറടാ പറ. ആ ഇപ്പൊ സെറ്റ് അല്ലേ? ഇപ്പൊ സെറ്റ്. ആ അത്രേ ഉള്ളു അണ്ണ. അണ്ണ ഇത് എന്റെ വീട്ടിലേക്കിട്ടാ. ഒരു മെസ്സേജ് വായിച്ചോട്ടെ. വി ആർ ഫ്രോം സൈബർ സെൽ. സോറി ടൈപ്പിംഗ് മിസ്റ്റേക്ക്. നിങ്ങളുടെ പേരിലൊരു കോംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. വാവ് കംപ്ലൈന്റ് അബൌട്ട് വീണ്ടും സൈബർ ബുള്ളിങ് അഗൈൻസ്റ്റ് എ വുമൺ. ഫോർ ഫർദർ ഡീറ്റെയിൽസ് കോണ്ടാക്ട് മീ വെൻ യു ആർ അവൈലബിൾ. ഹായ് മിസ്റ്റർ. ഹായ് ഒന്ന് 90 ചെയ്യൂ അണ്ണാ. മെസ്സേജ് പോയിട്ടില്ലല്ലോ ഇനൊന്നും. അന്ന് സിഗ്മയില്ലേ കേസ് വരാൻ സാധ്യതയില്ലല്ലോ. നമുക്ക് പോലീസാ മെസ്സേജ് അണ്ണന്. ഹലോ 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 ഇതാരാ? ഹലോ വാസനല്ലേ? അതെ ആരാ? എന്റെ പേര് ശശി. ഞാൻ മെസ്സേജ് അയച്ചത് കണ്ടിട്ടായിരിക്കും വിളിച്ചത് തോന്നുന്നു. സ്പീക്കർ ഞാനും കേക്കട്ടെ. സ്പീക്കർ PR വർക്കിന്റെ ഭാഗമായിട്ട് എന്നെ എത്തിച്ച ജോലിയാണത്. ആണല്ലേ? ഈ കാശ് കൊടുത്ത സ്പെല്ലിംഗ് അറിയാത്ത ആൾക്കാരൊക്കെ ഹയർ ചെയ്യോ? കൊറോണ ബാച്ചിൽ എന്തോ രക്ഷപ്പെട്ടു പോയതാണ്. പറ്റിക്കാൻ മെസ്സേജ് അയക്കുമ്പോ സൈബർ സെൽ എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കുമ്പോ സൈബറിന്റെ സ്പെല്ലിംഗ് SY ആടാ. എന്താട്ടെ SA അയ്യാ മുച്ചിരി നിന്നോടുള്ള മറുപടി ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് സമയം തരണം. നീ ഇടയ്ക്ക് സംസാരിക്കില്ലേ? ആ പറ. അതെനിക്ക് തെറ്റിപ്പോയതാണ്. ആണല്ലേ? മിസ്റ്റേക്കാണ്. അതെ മിസ്റ്റേക്കാണ്. ഒരു സെക്കൻഡ്. എടാ മുച്ചിരി സൈബറിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞു കൊടുത്തേടാ. SYBER സൈബർ. SELL സെൽ. സൈബർ സെൽ. കേട്ട് പഠിക്കേ. ഞാനൊരിപ്പോ ബിസിനസ്മാനാണ്. അണ്ണൻ ആ ബിസിനസ്മാനല്ല. ഈ 2 മാസത്തോടെ കഴിഞ്ഞ് നീ സ്കൂളിൽ പോയി ചേർന്നില്ലെങ്കിൽ സ്കൂളിൽ പോവും. ഞാൻ എന്താ പോവും? ഞാൻ പഠിക്കാൻ പോയില്ലേ? ഞാൻ +2 കഴിഞ്ഞിട്ട് പുറത്തു പോവാ. ന്യൂസിലാൻഡ് ഇന്ത്യന്റെ ഒപ്പം. ന്യൂസിലാൻഡ് ഇല്ല പഠിക്കാൻ പോയല്ലേ. ഇംഗ്ലീഷ് കോഴ്സ് എടുക്കാൻ പോവാ. ഇംഗ്ലീഷ് കഫേ അതിന്റെ രക്ഷപ്പെടാൻ പോവാ ഞാൻ. അതാരാത്? മുച്ചിറി നിനക്ക് എന്താടാ? പേടിപ്പിച്ചോ? ഓനെ പേടിപ്പിച്ചേ. നീ എവിടെ വില്ല മോനെ? അണ്ണ ഈ മന്തി എന്റെ വീട്ടിൽ എഴുതിത്താ.
ഈ വണ്ടി എന്റെ പേരിൽ എഴുതിട്ടതാ. തരാ അവിടോട്ടൊന്ന് അടങ്ങ നീ ഒന്ന് ചില്ലാ. ഞാൻ ചില്ലല്ലേ. എടാ ഞാനൊരു കാര്യം പറയട്ടെ, ഈ വണ്ടി നിനക്ക് തന്ന നീ ഇത് ചുമ്മാ കൊണ്ട് വിറ്റ് പുട്ടടിക്കാനാണോ ഈ ജോലി ബിസിനസ് ചെയ്യോ നീ? ഇനി ഈ ബിസിനസ്സിൽ മുച്ചിരി തുടരുകയാണ്. ലൈഫ് രക്ഷപ്പെടാൻ പോകുകയാണ് അണ്ണാ ഞാന്. ഇതെന്ത് 2026 റെസൊല്യൂഷൻ ആണോ? അത് 2026 റെസൊല്യൂഷനാണ് എന്റെ. ഞാൻ ലൈഫ് വില്ലു മോനു ഇതാണ് ബഫർ, ഇതാണ് എന്റെ സ്റ്റാഫ്, ഞാനാണ് ഓണർ. നീ പോടാ അവരാദ്യം മുച്ചിരി. തെറി വിളിക്കല്ലേ. പൈസ നിന്റെ നടത്തോ നോട്ടോ ഒന്നും ശരിയല്ല മുച്ചിറി. ബിസിനസ് എത്ര രൂപ? 250 കോടി. കൺഗ്രാചുലേഷൻ വില്ലുമോനെ. നീ ഇത് പ്രോപ്പർ ഗ്രൈൻഡ് ചെയ്ത പൈസയാണോ? ആണ്ടാ ഞാൻ പറഞ്ഞുതരാം. ലൈക്ക് കഴിഞ്ഞ ഗാങ് ഫണ്ട് എന്റെ കയ്യിൽ 100 കോടി ഞാൻ ടോപ്പ് തന്നിട്ടുണ്ടായിരുന്നില്ല. 100 കോടി ബ്ലാക്കും പിന്നെ എന്റെ കയ്യിൽ ഓൾറെഡി കുറച്ച് വൈറ്റ് ഉണ്ടായിരുന്നു. എനിക്കറിയാം നാട്ടിൽ ഗാങ് ഫണ്ട് വരുമ്പോ എടുത്ത് സേവ് ചെയ്ത് വെക്കാൻ എനിക്ക് അറിയായിരുന്നു. അപ്പൊ ഞാൻ അത് സേവ് ചെയ്ത് ഞാൻ വേറെ ഒന്നും ചെയ്യാണ്ട് സേവ് ചെയ്ത് പിന്നെ പുതിയ സിറ്റി വരുമ്പോ മറ്റേ കോയിൻ കൊടുത്തിട്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇവിടെ. മറ്റേ കഴിഞ്ഞ പൈസ മറ്റേ കോയിൻ കൊടുത്ത് കഴിഞ്ഞാൽ ഈ പുതിയ സിറ്റിയിലോട്ട് ആ പൈസ കിട്ടും. അപ്പൊ ഞാൻ അത് ഇങ്ങോട്ട് ചെയ്ത് അപ്പൊ പിന്നെ എന്റെ കയ്യിൽ ഒരു വണ്ടി ഉണ്ടായിരുന്നു, പൈസ കൊടുത്ത് ഗ്രാൻഡ് ചെയ്ത ഒരു വണ്ടി ഉണ്ടായിരുന്നു. അത് അങ്ങനെ ചെറുതായിട്ടൊന്ന് വിറ്റ്. പിന്നെ ഇവിടെ ആ വണ്ടി വിൽക്കണ കേസ് ഇവിടെ എല്ലാവരുടെ അടുത്തും പറഞ്ഞു വിറ്റ്. ബട്ട് ആ വണ്ടി വിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. വണ്ടി അത് മറ്റേ ഒരുമാതിരി ഒരു ചപ്പറി വണ്ടി ആയപ്പോ ഞാൻ അടുത്ത് വിറ്റ്. പിന്നെ ആ പൈസ കൂടി കിട്ടി. നീ ഇവിടെ എന്താ ഗ്രൈൻഡ് ചെയ്തേ? ഞാൻ ഇവിടെ എല്ലാ ജോബും ചെയ്തിട്ടുണ്ട്. മുച്ചിരി എടുത്ത് ചോദിച്ചു ഞാൻ പുലർച്ചയ്ക്കൊക്കെ ഇരുന്ന് അവന്റെ കൂടെ ഇരുന്ന് ചെയ്യാറുണ്ട്. അപ്പാപ്പൻ ഇതുവരെ എനിക്ക് ഡേറ്റ തന്നില്ല. ഡേറ്റ തന്നിട്ട് ഞാൻ അല്ല എന്റെ ഫ്ലാറ്റ് എവിടെ നോക്കിയാലും കാണാൻ പറ്റും. ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ കേറുന്നവരുടെ കൂടെ ആയിരിക്കത്തില്ല ഞാൻ കേറാം. ഞാൻ ഒറ്റയ്ക്ക് ആയിരിക്കും കേറിയിരിക്കുന്നത് ചെയ്യാം. എന്തായാലും ഇത് വന്നിട്ട് ഫൈനൽ വിന്നറിനെ ഞാൻ പറയാം. എന്തായാലും താങ്ക് യുടാ. നീയാണ് ഇതുവരെ കൊണ്ടു തന്നതിൽ ഏറ്റവും വലിയ എമൗണ്ട് കൊണ്ട് തന്ന നീയാണ് വില്ലുമോനെ. കൺഗ്രാചുലേഷൻ വില്ലുമോൻ. താങ്ക് യു സോ മച്ച്. പക്ഷേ വില്ലുമോനെ നീ എന്റെ ഒരു സ്റ്റാഫാണേ, മാനേജറിനെ ആക്കാം. ഞാൻ ഒന്ന് ബാങ്കിലോട്ട് നീയായിരുന്നു. ഞാൻ ഓർത്ത് അപ്പാപ്പൻ 300 CR തന്നില്ലേ? എടാ അത് അപ്പാപ്പൻ ഗ്രൈൻഡ് ചെയ്ത പൈസ അല്ലടാ. അത് അപ്പാപ്പന്റെ കയ്യിലുണ്ടായിരുന്നതും അങ്ങനത്തെ കുറച്ച് ഫണ്ടാണ്. അത് അപ്പാപ്പൻ ഗ്രൈൻഡ് ചെയ്ത പൈസ അല്ല. കഴിഞ്ഞ ഗ്യാങ് ഫണ്ടിൽ വില്ലുമായിരുന്നു ഫസ്റ്റ്. അതെ ഓണം എന്താടാ യൂണിറ്റ് 10 100,000 10,000 lakh 10 lakh crore 10 crore 100 crore കറക്റ്റ് അല്ലേ ഞാൻ ഇട്ടത്? അതെ നമ്മുടെ ബാങ്കിൽ മൊത്തം എത്ര ഉണ്ട്? 2448. യൂണിറ്റ് 10 100,000 10,000 lakh 10 lakh crore 10 crore 100 crore 1000 crore 2448 കോടി. ഞാനൊരു കാര്യം പറയട്ടെ. ഹലോ പറ കോച്ച്.
സൂപ്പർ. എന്തേ ഹാക്കറാ ഹെയർ കട്ട് പണ്ടിട്ടായിരുന്നു. ഏർക്കട്ട് ഓ വാ ഇപ്പൊ നല്ല ചെയ്യലായി കോച്ച്. അന്ന് ആ ഒരു മുടിയും വെച്ചിട്ട് നല്ലേയില്ല, ഇപ്പൊ നല്ലുണ്ട്. പുള്ളി ഈ മുടി മാറ്റുന്ന ശബ്ദം ഒന്ന് മാറ്റാൻ പറ്റുമോ എങ്ങനെയും? സത്യം നിന്റെ എന്താ ശബ്ദം എന്താ? ഭയങ്കര ഒച്ച. അത് അന്നത്തെ സൗണ്ട് ഈ വണ്ടി എങ്ങനെ നിനക്ക് തരുന്നേ? അത് അങ്ങനെ തരുന്നാറിയോ ലെസ്റ്റ് എനിക്ക് എനിക്കറിഞ്ഞോ നീ അല്ലടാ നീ എല്ലാരും സെക്കൻഡ് ഹാൻഡ് ബിസിനസ് നോക്കുന്ന എന്നിട്ട് അതുപോലും അറിയത്തില്ലടാ. അഡ്മിനെ വിളിക്കേണ്ടി വരുമല്ലോ. അല്ലാ ആ വിളിക്കണം. നീ എന്തിനാ സെക്കൻഡ് ഹാൻഡ് ഡീലർഷിപ്പ് എന്തോ ചെയ്യണേ? തുടങ്ങട്ടത്രല്ലേ സ്റ്റാർട്ടപ്പ് അല്ലേ ഇത്. വണ്ടി ഇല്ലാത്ത ഞാൻ അങ്ങനെ സെക്കൻഡ് ഹാൻഡ് വണ്ടി മുച്ചിരിക്ക് പണ്ടൊരു സെക്കൻഡ് ഹാൻഡ് ഡീലർഷിപ്പ് ഉണ്ടായിരുന്നു. നാട്ടുകാരെ സ്കാം ചെയ്തോണ്ടാ പോകുന്നത്. മുച്ചിരിക്ക് പണ്ടൊരു സെക്കൻഡ് ഹാൻഡ് ഡീലർഷിപ്പ് ഉണ്ടായിരുന്നു അണ്ണാ. ആ എന്നുവെച്ചാ വളരെ നല്ല രീതിയിലാണ് നടന്നുകൊണ്ടിരുന്നത്. ആ. അതിന്റെ പെർമനന്റ് ബാങ്ക് കിട്ടി. അതങ്ങനെ ആയിരിക്കുമല്ലോ. അത് വെച്ചാ വണ്ടി മേടിക്കും, ആൾക്കാരുടെ എഴുതി മേടിക്കും, എന്റെ ആ വണ്ടി എടുത്തിട്ട് അങ്ങ് ഓടിക്കളയും പൈസ കൊടുക്കും. നേരെ ചൊവ്വ എന്തെങ്കിലും ചെയ്ത് ജീവിക്കടാ മുച്ചിരി. അങ്ങനെ അത് അന്ന് അത് 2025 അതാണ് ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് ഡീലർഷിപ്പ് എന്ന് പറഞ്ഞാൽ അണ്ണനെ പൈസ വാങ്ങിയാ നിൽക്കുന്ന കേസ്. ഞാൻ എന്റെ കൺഫേം ചെയ്തോട്ടെ. ഐഷിറ്റി മാസു ഹായ് ലൂസി. ഹായ് ദർശു. വേറെ ആരായിരുന്നു? മൈബേ. ഇതാരായിരുന്നു? ഇതാരാ? രണ്ടുപേരുന്നു പ്ലേറ്റ്. എന്താ പരിപാടി? കാണാറില്ലല്ലോ. എവിടെയാണ്? ഞാൻ വന്നേ ഉള്ളൂ. രണ്ടു ഇങ്ങനെ മാറി മാറി എനിക്ക് മറന്നു എന്നെ ഒന്നുമില്ല മറക്കാനോ? ലൂസി ബിസിയാണോ? ഞാൻ ഇച്ചിരി കമന്റ് ഒന്നും നോക്കാൻ പറ്റില്ല എനിക്ക്. പ്ലീസ് ഇവിടെ കിടന്ന് ഓരോന്ന് പറയരുതേ കമന്റിലൊന്നും. നിന്റെ താറവട്ടം കാണുമ്പോ ആൾക്കാരെ ഡീലർഷിപ്പ് അണ്ണ ഇപ്പൊ എന്തേലും പ്രശ്നമാണ് അണ്ണന്റെ തലയിലാകും കേട്ടോ. നോക്കിക്കോളാം. ആദ്യത്തെ ഇത് വണ്ടി തന്നെ ഇപ്പൊ വിളിക്കലും കാണാനും വരാറില്ലല്ലോ. അയ്യോ തിരക്കായോണ്ടല്ലേ ദർശു, അല്ലെങ്കിൽ ഞാൻ വരില്ലേ. 130 കോടിയുടെ എത്ര പന്തി കഴിഞ്ഞു? കൊച്ചിപ്പ വരാവേ. പറ കൊച്ചെന്താ പറയാൻ വന്ന പറ. ഇവിടെ ഒരു ജീവൻ വന്നിருக்கு അத பாக்கற யாருன்னு. ജീവനാ? இரு ஒரு நிமிஷம் இரு. டேய் வாடா டேய். ഇത് ആരൻ കുറച്ച് സംസാരിക്കാൻ കിട്ട. അണ്ണ ഫുഡ് കഴിച്ചോ? ദർശു കഴിച്ചു എന്ന് വാസു പറയാതെ അത് ആര് தெரியுமா? ഞാൻ കഴിക്കാറില്ല. പറ കൊച്ച. ആരാത്? അർണോൾഡ് ജാക്സൺ. അതാരാ? ഏജയാ? ഓക്കെ. ഹായ് അർണോൾഡ്. ഏജ് ഇങ്ങ വാടാ. ഹലോ. ഹായ് അർണോൾഡ്. നോ ഏജ്. ഓക്കെ. ഹായ് ഏജ്. ഹായ്. സൗഖ്യമാ? സൗഖ്യം ബ്രോ. മനസ്സിലായ? നീയൊക്കെ ബേബിമാരോട് ചോദിച്ചു നോക്ക്, അവരൊക്കെ ഇങ്ങനെയാണ് സംസാരിക്കണത് അച്ചികള്. ഏജ് ഞാനൊരു ചെറിയ പരിപാടിയില്ല കോച്ച്, ഞാൻ ഇപ്പൊ വരാവേ. ഓക്കെ ലൂസി എന്നെ കൊട്ടയം നോക്കട്ടെ, കണ്ടുപിടിച്ചു അവള് രണ്ടുപേരുണ്ടെന്ന്.
എന്താ കേട്ടോന്നാണല്ലേ? ഓക്കെ, നടക്കട്ടെ, കഴിയുമ്പോ പറ, ഞാനിവിടെ കാണും. സ്റ്റേ സേഫ്. എന്താ ഡോർ അടിയാത്തെ? ഓക്കെ ഓക്കെ, മൈറ്റിട്ട് ബിസിനസ് അണ്ണാ, നിന്റെ ഡീലർഷിപ്പിന്റെ പേര് അണ്ണൻ അറിയാലോ? എന്താ നിന്റെ ഡീലർഷിപ്പിന്റെ പേര്? പരന്തുവാസിന്റെ ഡീലർഷിപ്പ് എല്ലാം അണ്ണന്റെ വെച്ചിലാണ് നമ്മൾ ആക്കാൻ പോന്നെ. എന്താ പരന്തുവാസിന്റെ ഡീലർഷിപ്പ്? അതാണ് നമ്മുടെ ഡീലർഷിപ്പിന്റെ പേര്. അണ്ണന്റെ പേരില ഓണർഷിപ്പ്. എന്റെ പേരിൽ നാട്ടുകാരെ മുമ്പിക്കാൻ ഞാൻ സമ്മതിക്കൂല. ഇല്ല ഞങ്ങക്ക് ഇതാക്കാൻ കഴിയില്ല. ഞങ്ങക്ക് 18 വയസ്സാണല്ലേ, ഇപ്പൊ 17 വയസ്സല്ലേ, അപ്പൊ അതിനുള്ള ഇതില്ല. ഗവൺമെന്റിന് 18 വയസ്സാണോ ഇത് ബിസിനസ് തുടങ്ങണമെങ്കിൽ. അപ്പൊ അണ്ണന് ഒപ്പെല്ലാം ഇടേണ്ടി വരും കുറച്ച്. ഇല്ല, ഞാൻ ഇടത്തില്ല. എനിക്ക് വിശ്വാസമില്ലടാ മുച്ചറി നിന്നെ. അണ്ണ വിശ്വാസില്ലേ? ഇല്ല എനിക്കില്ല.